മുഖ്യമന്ത്രിയായി UDF VD സതീശനെ തീരുമാനിച്ചതോടുകൂടി എങ്ങനെ അത്തരത്തിലൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നു, കോൺഗ്രസിൽ അല്ലെങ്കിൽ UDFൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് സംബന്ധിച്ചുണ്ടായ തർക്കങ്ങളും ചർച്ചകളും എന്തൊക്കെ എന്നതൊക്കെ സജീവ വിഷയമായി നിലനിൽക്കുകയാണ്. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും ഏറ്റവും കൂടുതൽ വിവാദത്തിൽപ്പെടുന്നതുമായ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു ബന്ധം കോൺഗ്രസ് ലീഗ് ബന്ധമാണ്. അതിൽ വിശിഷ്യ VD സതീശനുമായി മുസ്ലിം ലീഗിനുള്ള ബന്ധം അല്ലെങ്കിൽ തിരിച്ചുള്ള ബന്ധം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, അവസാന സമയം വരെ ഏതാണ്ട് VD സതീശൻ തീരുമാനിക്കപ്പെടുന്നതിന് ഒരു 24 മണിക്കൂർ മുൻപ് വരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കാൻ പോകുന്നത് VD സതീശനല്ല, മറിച്ച് KC വേണുഗോപാലിന്റെ പേരാണ് എന്നായിരുന്നു പൊതുവെ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നത്. എന്നാൽ അവസാന നിമിഷം എല്ലാം മാറി മറിയുന്നു. അങ്ങനെ ഒടുക്കം VD സതീശന്റെ പേര് പുറത്തു വരുന്നു. ഇതിന് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതിലൊന്ന്, മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുമായി രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ AICC നേതൃത്വവും ബന്ധപ്പെട്ടതിനെ തുടർന്ന് ചർച്ചകൾ പുതിയ രീതിയിലേക്ക് പോകേണ്ടതുണ്ട്. ഈ രീതിയിലല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്ന നിർദ്ദേശം ആന്റണിയിൽ നിന്നുണ്ടായി എന്നും ജനവികാരം മാനിക്കേണ്ടതുണ്ട്, അത് VD സതീശൻ അനുഭവമാണ് എന്ന് AK ആന്റണി പറഞ്ഞു. തുടർന്ന് അദ്ദേഹം മുൻ KPCC പ്രസിഡന്റുമാരായ VM സുധീരൻ, അതുപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, K മുരളീധരൻ തുടങ്ങിയവരുടെ അഭിപ്രായം തേടണമെന്ന് AICCയോട് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നും അത് ചെയ്തതോടുകൂടിയാണ് AICC നേതൃത്വത്തിന്റെ തീരുമാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത് എന്നുമാണ് ഒരു പക്ഷം. മറുപക്ഷത്ത് ഉള്ള വേറൊരു കാര്യം, ഇതോടൊപ്പം തന്നെ നേരത്തെ തീരുമാനിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസ് MLA-മാരുടെ അഭിപ്രായം തേടുക, KPCC പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റുമാർ എന്നിവരുടെ അഭിപ്രായം തേടുക എന്നതിനപ്പുറത്തേക്ക് വലിയ തോതിലുള്ള ചർച്ചകൾക്ക് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തയ്യാറായി എന്നും പറയുന്നു. ഇതോടൊപ്പം ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ടുവെന്നും ഈ സമയത്ത് മുസ്ലിം ലീഗ് വലിയ തോതിൽ സമ്മർദ്ദം കോൺഗ്രസിന് മേൽ ചെലുത്തി എന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഒരു കാര്യം. ഇതിൽ തന്നെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു കാര്യം വയനാട് ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവിടെ നേരത്തെ മത്സരിച്ച് വിജയിച്ച രാഹുൽ ഗാന്ധി, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അമേഠി സുരക്ഷിതമായ ഒരു സീറ്റല്ല. എത്രയോ കാലം നെഹ്റു കുടുംബത്തെ പിന്തുണച്ചിരുന്ന അമേഠി ഒരു സുരക്ഷിതമായ സീറ്റല്ല എന്ന് കണ്ടെത്തി ഉത്തരേന്ത്യയിലെങ്ങും സുരക്ഷിതമായ സീറ്റ് കോൺഗ്രസിനില്ല എന്ന സംശയത്തിന്റെ പുറത്ത് അന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ക്ഷണിച്ചതനുസരിച്ചാണ് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വന്നത്. വലിയ വിജയം അദ്ദേഹത്തിന് നേടാൻ സാധിച്ചു. തുടർന്ന് അദ്ദേഹം സീറ്റ് സഹോദരി പ്രിയങ്ക ഗാന്ധിക്ക് അവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ആദ്യ സീറ്റായി വയനാട് നൽകുകയും അങ്ങനെ വയനാടിനെ തങ്ങളുടെ കുടുംബ സീറ്റായി രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും കണ്ടുവരികയുമാണ്. എന്നാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ വലിയ തിരിച്ചടി പ്രിയങ്ക ഗാന്ധിക്കുണ്ടാകും. ഇത്തവണ VD സതീശനെ മുഖ്യമന്ത്രിയാക്കാത്ത പക്ഷം തങ്ങളുടെ ഡിമാൻഡ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കുക എന്നതാണ്. അത് അംഗീകരിക്കാത്ത പക്ഷം അമേഠിക്ക് എന്താണോ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചത് അതുപോലെയുള്ള പ്രശ്നം വയനാട്ടിൽ ഉണ്ടാകും എന്ന ഒരു കാര്യം മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഉയർത്തപ്പെട്ടു എന്നും അതേ തുടർന്നാണ് ഇത് വലിയ രീതിയിലുള്ള മാറ്റത്തിലേക്ക് നീങ്ങിയത് എന്നുമാണ് ഒരു ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിശദീകരണം. മറുഭാഗത്ത് VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തീരുമാനിക്കപ്പെടുന്നതിന് മുൻപുള്ള ദിവസം 24 മണിക്കൂർ ഉണ്ടായ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില നീക്കങ്ങൾ, അതായത് VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നില്ല എങ്കിൽ ഞങ്ങൾ മുന്നണിയുടെ ഭാഗമാകാൻ അല്ലെങ്കിൽ കുറഞ്ഞത് മന്ത്രിസഭയിലെങ്കിലും ഉണ്ടാകില്ല എന്ന ഒരു നിലപാട് മുസ്ലിം ലീഗ് കൈക്കൊണ്ടു. ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് കേരളത്തിലെ UDF രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുമോ എന്ന ആശങ്ക. അതായത് ലീഗിന്റെ കയ്യിലുള്ള 20-ലേറെ MLA-മാരുമായി ആ പാർട്ടി മാറി നിൽക്കുന്നത്, ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെ വലിയ പ്രതിസന്ധിയാണ്. 63 സീറ്റുകളുള്ള കോൺഗ്രസിന് മറ്റ് ഘടകകക്ഷികളുടെ കൂടെ ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിക്കുമെങ്കിലും ലീഗ് മാറി നിൽക്കുന്നത് വലിയ തോതിൽ ദോഷം ചെയ്യും. എന്ന് മാത്രമല്ല, പലതവണ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന്, CPIM-ൽ നിന്ന്, LDF-ൽ നിന്ന് നേരത്തെ മുസ്ലിം ലീഗിന് ക്ഷണം ഉണ്ടായിട്ടുള്ളതാണ്. വീണ്ടും മുസ്ലിം ലീഗിനെ ഉൾക്കൊള്ളാൻ ഒരു മടിയും കൂടാതെ LDF തയ്യാറാകും. കഴിഞ്ഞ 10 വർഷമായി ഭരണത്തിലില്ലാതെ ഞങ്ങൾ നിൽക്കുന്നത് UDF-ന്റെ ഭാഗമായി നിന്നതുകൊണ്ടാണ്. ഇനിയും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുന്നില്ല എന്നാണെങ്കിൽ ഞങ്ങൾ മന്ത്രിസഭയിൽ ചേരില്ല എന്ന മുസ്ലിം ലീഗിന്റെ ആ മുന്നറിയിപ്പ് ഫലത്തിൽ മുസ്ലിം ലീഗ് ഇടതുമുന്നണിയിലേക്ക് പോയേക്കുമോ എന്ന ആശങ്ക കൂടി കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നിലേക്ക് വരുന്നതിന് കാരണമായി. ഈ സാഹചര്യത്തിലാണ് പൊടുന്നനെ നേരത്തെ ചിന്തിച്ച എല്ലാ കാര്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ഒരു പുതിയ രീതിയിലേക്ക് കോൺഗ്രസ് ദേശീയ
നേതൃത്വം എത്താൻ ഇടയായത് എന്നാണ് വ്യക്തമാകുന്നത്. ഇതിന് കാരണം കോൺഗ്രസിലെ വിവിധ നേതാക്കന്മാരുടെ ഉൾപ്പെടെയുള്ള സമ്മർദ്ദം ചെലുത്തലാണ്. ആദ്യഘട്ടത്തിൽ തനിക്ക് മേൽക്കൈ ഉറപ്പാക്കി കെ.സി. വേണുഗോപാൽ. അതിന് അദ്ദേഹം ചെയ്തത് കൂടുതൽ എം എൽ എമാരെ തന്റെ പക്ഷത്ത് കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ KPCCയുടെ ഇപ്പോഴത്തെ നേതൃത്വത്തെ, KPCC പ്രസിഡന്റ് ഒഴികെയുള്ള വർക്കിംഗ് പ്രസിഡന്റ്മാർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരെ തന്റെ പക്ഷത്ത് നിർത്തി. ആ രീതിയിൽ പാർട്ടിയിൽ വലിയ തോതിലുള്ള മേൽക്കൈ നേടാൻ കെ.സി. വേണുഗോപാലിന് സാധിച്ചെങ്കിലും ഘടകകക്ഷികളെ കയ്യിലെടുക്കാൻ, അതായത് മുസ്ലിം ലീഗിനെയോ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെയോ കയ്യിലെടുക്കാൻ കെ.സി. വേണുഗോപാലിന് സാധിച്ചില്ല. അത് ഒരു സാധ്യതയായി VD സതീശൻ കണ്ടു. അതേസമയത്ത് പാർട്ടിയിലെ സീനിയോറിറ്റി എന്ന ഒരു പോയിന്റിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ശ്രമിച്ചത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ. രമേശ് ചെന്നിത്തല ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തായി. പിന്നീടുണ്ടായിരുന്ന മത്സരം കെ.സി. വേണുഗോപാലും VD സതീശനും തമ്മിലായിരുന്നു. ഓരോ അവസരത്തിലും എങ്ങനെ തങ്ങളുടെ വാദം ശക്തമായി ഉന്നയിക്കാമെന്ന് ഈ രണ്ട് നേതാക്കളും ശ്രമിച്ചു. എന്നാൽ അവസാന വിജയം ഉണ്ടായിരിക്കുന്നത് VD സതീശനാണ്. അങ്ങനെ അദ്ദേഹം മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ് സാഹചര്യം. ഇനി ഇതിൽ മുസ്ലിം ലീഗിന്റെ ഇടപെടൽ എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു എന്നാണെങ്കിൽ, VD സതീശന്റെ വ്യക്തിത്വവും രാഷ്ട്രീയ തീരുമാനങ്ങളും മുസ്ലിം ലീഗിന് അതോട് ചേർന്ന് നിൽക്കാനോ അല്ലെങ്കിൽ വിയോജിക്കാനോ ഉള്ള സാധ്യതകളുമാണ് ഇതിനുള്ള പ്രധാന കാരണം. ഇതിൽ VD സതീശൻ ഏറ്റവും കൂടുതൽ പ്രതിസ്ഥാനത്ത് നിർത്തപ്പെടുന്നത് ജമാഅത്തെ ഇസ്ലാമിയോട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അദ്ദേഹം കൈക്കൊണ്ട നിലപാടിലൂടെയാണ്. അദ്ദേഹം മതരാഷ്ട്രവാദം ഉപേക്ഷിച്ച ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നും അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയെ UDFൽ എടുക്കാവുന്നതാണ് എന്നുമുള്ള ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യം അവതരിപ്പിച്ചു. ഇതിൽ വലിയ തോതിൽ എതിർപ്പുയർന്നുവെങ്കിലും തന്റെ പ്രസ്താവനയിൽ നിന്ന് പിന്നോട്ടു പോകാൻ VD സതീശൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, തങ്ങളുടെ മതവുമായി ബന്ധപ്പെട്ട ഒരു തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെടുന്ന ഒരു സംഘടനയെ ന്യായീകരിക്കാൻ VD സതീശൻ തയ്യാറായി. എന്നാൽ ആ ന്യായീകരണം പിൻവലിക്കണം എന്ന ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു നിലപാട് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഇതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ചില നേതാക്കന്മാർ അടുത്ത കാലത്ത് എടുത്ത നിലപാട്, പ്രവർത്തകർ കൈക്കൊണ്ട നിലപാട്. ശ്രീ KM ഷാജി മുൻപൊരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളെ, NDF പോലുള്ള സംഘടനകളെ പൊതുവേദിയിൽ കാര്യകാരണ സഹിതം ശക്തമായി എതിർത്തിരുന്ന നേതാവായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടാകെ മാറി മതമാണ് പ്രശ്നമെന്ന് പറയുകയും കഴിഞ്ഞ 9 വർഷം മതത്തിന് അല്ലെങ്കിൽ സമുദായത്തിന് നഷ്ടപ്പെട്ടത് നേടിയെടുക്കലാണ് തന്റെ രാഷ്ട്രീയ ദൗത്യം അല്ലെങ്കിൽ തന്റെ പാർട്ടിയുടെ ദൗത്യം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത നേതാവാണ് KM ഷാജി. അത്തരത്തിലുള്ള പ്രസ്താവനകൾ, അതായത് മതമാണ് പ്രശ്നമെന്നും ഒരു സമുദായത്തിന്റെ മാത്രം കാര്യങ്ങൾ നേടിയെടുക്കലാണ് തന്റെ പാർട്ടിയുടെ ലക്ഷ്യമെന്നും പറഞ്ഞ KM ഷാജിയെ തിരുത്താൻ തയ്യാറാകുന്നതിന് പകരം അല്ലെങ്കിൽ അതിന് ശ്രമിക്കുന്നതിന് പകരം മുസ്ലിം ലീഗ് ചെയ്തത് അദ്ദേഹത്തിന്റെ നിലപാടിനെ കൂടുതൽ സ്വീകാര്യത പാർട്ടിക്കുണ്ട് എന്ന സന്ദേശം നൽകുന്ന വിധത്തിൽ അദ്ദേഹത്തിന് സുരക്ഷിതമായ ഒരു മണ്ഡലം കണ്ടെത്തി കൊടുക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ തവണ അഴീക്കോട് മണ്ഡലത്തിൽ മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത ഷാജിക്ക് ഇത്തവണ വേങ്ങര എന്ന സുരക്ഷിതമായ മണ്ഡലം നൽകിക്കൊണ്ട് സംരക്ഷിക്കുന്ന, അദ്ദേഹത്തിന്റെ നിലപാടുകളെ അംഗീകരിക്കുന്ന ഒരു സമീപനമാണ് മുസ്ലിം ലീഗിൽ നിന്ന് ഉണ്ടായത്. അതിനുശേഷമാണ് നമ്മൾ കാണുന്നത് VD സതീശനെ തിരഞ്ഞെടുക്കപ്പെട്ടതോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് തീരുമാനിച്ച ഉടനെ തന്നെ കാണുന്നത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ കോൺഗ്രസിന്റെ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ടും അതേസമയം വലിയ തോതിൽ കേരളത്തിന്റെ മതേതരത്വ നിലപാട്, മതനിരപേക്ഷ സാഹചര്യം എന്ന് ഏത് രീതിയിലാണോ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അതിനെ വ്യാഖ്യാനിക്കുന്നത്, അതിന് വലിയ തോതിൽ മുറിവേൽപ്പിക്കുന്ന സമീപനവുമായി മുസ്ലിം ലീഗാണ് കേരളത്തിൽ എല്ലാം തീരുമാനിക്കുക എന്നും അതോടൊപ്പം തന്നെ സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയും ഓർക്കണം, കേരളത്തിലെ ഹിന്ദു മതത്തിൽപ്പെട്ട രണ്ട് പ്രബല സാമുദായിക സംഘടനകളാണ് SNDP യോഗവും അതുപോലെ NSSഉം. ഈ രണ്ട് സംഘടനകളുടെയും നേതാക്കന്മാരെ വിമർശിക്കുകയല്ല, അങ്ങേയറ്റം അപമാനിക്കുന്ന വിധത്തിലുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടാണ് ലീഗിന്റെ ഈ പ്രകടനം നടന്നത്. അതിൽ ഒരു പ്രകടനം മാത്രമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. എത്രയിടങ്ങളിൽ ഇത്തരം പ്രകടനങ്ങൾ നടന്നു എന്നറിയില്ല. ഇത്തരം പ്രകടനങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് തങ്ങളുടെ സമുദായത്തിന്റെ അല്ലെങ്കിൽ തങ്ങളുടെ വിഭാഗത്തിന്റെ, തങ്ങൾക്കൊപ്പമുള്ളവരുടെ ആവശ്യങ്ങൾ ഉയർത്തി കാണിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശനായാലും അല്ലെങ്കിൽ സുകുമാരൻ നായരായാലും ചെയ്തത്. അവരുടെ അത്തരം നിലപാടുകളെ മുസ്ലിം ലീഗ് ഖണ്ഡിക്കുന്നു എന്ന രീതിയിലാണ് അവരുടെ പ്രകടനത്തിൽ ഉയർന്ന മുദ്രാവാക്യങ്ങൾ നൽകുന്ന സൂചന അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്നത്. അതിനപ്പുറത്തേക്ക് ഇവിടെ കൊണ്ട് നിർത്തിയില്ല. മുസ്ലിം ലീഗ് ചെയ്തിരിക്കുന്നത് കോൺഗ്രസിന് 63 സീറ്റ് കിട്ടുകയും തങ്ങൾക്ക് 20-ലേറെ സീറ്റ് ലഭിക്കുകയും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫിന് വലിയ തോതിൽ സീറ്റുകൾ ലഭിക്കുകയും ചെയ്ത് UDF വലിയ വിജയത്തിലേക്ക് എത്തിയ ഉടൻ തന്നെ മുസ്ലിം ലീഗ് നേതൃത്വം സാധാരണ ചെയ്യാറ് അല്ലെങ്കിൽ പറയാറ് കോൺഗ്രസ് ആണ് അവരുടെ നേതാവിനെ തെരഞ്ഞെടുക്കേണ്ടത്, അങ്ങനെ മുഖ്യമന്ത്രിയെ കണ്ടെത്തേണ്ടത് കോൺഗ്രസ് ആണ്, ഘടകകക്ഷികളുമായി ചർച്ച ചെയ്യണം എന്നുള്ള രീതിയിലുള്ള സമീപനമാണ് പൊതുവെ ഉണ്ടാകാറ്. എന്നാൽ ഇത്തവണ സംഭവിച്ചത്
തിരഞ്ഞെടുപ്പ് വിജയം ഉണ്ടായ ഉടൻ തന്നെ ജനപക്ഷത്ത് നിൽക്കണം കോൺഗ്രസ്, അല്ലെങ്കിൽ ജനഹിതം മാനിക്കണം, ജനവികാരം മാനിക്കണം എന്നുള്ള ആദ്യ സന്ദേശം മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അടുത്ത ഘട്ടത്തിൽ അതിന്റെ സംസ്ഥാന നേതൃത്വം തന്നെ വ്യക്തമായി പറഞ്ഞു ജനവികാരം സതീശനൊപ്പമാണ്. അതുവഴി ലീഗിന്റെ നിലപാട് പൊതു ഇടത്ത് തന്നെ വെളിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. ഇത് ലീഗ് അണികൾക്കുള്ള വലിയ സന്ദേശമായിരുന്നു. തുടർന്ന് വി.ഡി. സതീശന് അനുകൂലമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കേരളത്തിൽ മാത്രമല്ല ന്യൂഡൽഹിയിൽ പോലും വലിയ തോതിലുള്ള പ്രകടനങ്ങളും അതുപോലെ തന്നെ ഫ്ലക്സ് ബോർഡുകൾ വെക്കുന്നതും അതിനൊക്കെ മുസ്ലിം ലീഗ് പ്രവർത്തകർ നേതൃത്വം നൽകുന്ന കാഴ്ച കേരളത്തിൽ കാണാൻ സാധിച്ചു, അല്ലെങ്കിൽ ഡൽഹിയിൽ കാണാൻ സാധിച്ചു. ഇതിനുമപ്പുറത്തേക്ക് ലീഗിന് പുറത്തുള്ള ചിലരെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മുസ്ലിം ലീഗിന് വേണ്ടി നാവ് വാടകയ്ക്ക് കൊടുത്ത രാഹുൽ ഈശ്വർ, അല്ലെങ്കിൽ ഞെരളത്ത് ഹരിഗോവിന്ദൻ തുടങ്ങിയ ആൾക്കാരെ കൊണ്ടും ഇത് തന്നെ പറയിക്കുന്ന ഇത്തരത്തിലുള്ള നിലപാട് എടുപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഫലത്തിൽ കേരളത്തിന്റെ മത സാഹോദര്യത്തെ മെച്ചപ്പെടുത്തുമോ എന്നതാണ് ചോദ്യം. അത്തരത്തിലൊരു സൂചന കാണാനില്ല. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത്, മറ്റെല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗിന്റേത് എന്ന ഒരു വിചിത്രമായ ഒരു ചിത്രം മുന്നോട്ട് വെക്കാനുള്ള ശ്രമം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇത്തവണ കൂത്തുപറമ്പിൽ മത്സരിപ്പിച്ച സ്ഥാനാർത്ഥി ഹിന്ദു മതത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു. എന്നാൽ അവർ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. ഇതുവരെ ഇത്ര കാലത്തോളം ആകെ റിസർവേഷൻ സീറ്റുകളിൽ, അല്ലെങ്കിൽ അപവാദം എന്ന് പറയാൻ മറ്റേതെങ്കിലും സീറ്റുകൾ ഉണ്ടാകുമോ അന്വേഷിച്ചാൽ എങ്കിൽ ഒന്നോ മറ്റോ കാണാൻ സാധിച്ചു എന്ന് വരാം. അത്രമാത്രമാണ് മുസ്ലിം ലീഗിൽ നിന്നുണ്ടായിട്ടുള്ള മറ്റു മതങ്ങളിൽപ്പെട്ടവരുടെ MLA സ്ഥാനം. എന്നാൽ ഇപ്പോൾ അവകാശപ്പെടുന്നത് അത്തരത്തിലല്ല. മുസ്ലിം ലീഗ് ഒരു സാമുദായിക പാർട്ടിയാണ്, സാമുദായിക പാർട്ടികൾക്ക് കേരള രാഷ്ട്രീയത്തിൽ ഇടമുണ്ട് എന്ന രീതിയിലുള്ള വ്യാഖ്യാനമാണ് മുസ്ലിം ലീഗിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സാംസ്കാരിക പ്രവർത്തകരും അതുപോലെ തന്നെ UDF ഭരണം വേണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ BJP വിരോധം കൊണ്ടു നടക്കുന്ന സാംസ്കാരിക പ്രവർത്തകരിൽ ഒരു വിഭാഗവും മുന്നോട്ട് വയ്ക്കുന്ന, ആർക്കും മനസ്സിലാകാത്ത വളരെ പരിഹാസ്യമായ ഒരു വാദം. ഇവിടെയാണ് കേരളത്തിന്റെ മതനിരപേക്ഷത മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന് കീഴിൽ നിൽക്കുന്നത് എന്ന് ഓർക്കണം. അതിലുപരി ഇത്തവണ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് മേൽ വലിയ സ്വാധീനം ചെലുത്തുകയും അത് പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭാംഗത്വം വരെ കൊണ്ടെത്തിക്കുകയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തേക്ക് ചായാനുള്ള UDFന്റെ ഭദ്രതയേക്കാൾ ഞങ്ങൾക്ക് പ്രധാനം ഞങ്ങളുടെ പാർട്ടിയുടെ, അല്ലെങ്കിൽ ഞങ്ങളുടെ മതത്തിന്റെ നിലനിൽപ്പാണ് എന്ന് വ്യക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് AK ആന്റണി. നമ്മൾ ഓർക്കണം, ഒരു കാലത്ത് ന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ അനർഹമായ പലതും നേടിയെടുക്കുന്നുവെന്നും ഭൂരിപക്ഷ വികാരത്തെ മാനിക്കാൻ ന്യൂനപക്ഷം തയ്യാറാകണമെന്നും ഇത് പറയേണ്ടത് മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുകയും ചെയ്ത നേതാവാണ്. ആ AK ആന്റണിയാണ് മുസ്ലിം ലീഗിന് അനുകൂലമായി നിൽക്കുന്ന, മുസ്ലിം ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന വി.ഡി. സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും അതുപോലെ തന്നെ നേരത്തെ പരിഗണിക്കപ്പെട്ടിരുന്ന KC വേണുഗോപാലിനെ ഒഴിവാക്കുകയും വേണം എന്ന നിലപാട് എടുത്തത് എന്നാണെങ്കിൽ എത്രത്തോളം ആണ് മത രാഷ്ട്രീയത്തിന്റെ, മുസ്ലിം ലീഗിന്റെ UDFിലുള്ള സ്വാധീനം, കേരള രാഷ്ട്രീയത്തിലുള്ള സ്വാധീനം എന്ന് ചിന്തിക്കപ്പെടേണ്ടതാണ്.